ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ നമ്മളുടെ വെട്ടി ഒരു മാരം ഒതുങ്ങിയ വാഴയിലാണ് നിൽക്കണേ. ആ വെട്ടി ഒതുങ്ങിയത് കാണിക്കാനല്ല, വേറെ ഒരു കാര്യം കാണിക്കാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. നമ്മളുടെ കായ്ക്കൊലയിൽ എങ്ങനെയാണ് ഞാൻ തുടം വെപ്പിച്ചെടുക്കുന്നത്, ഒരു കെമിക്കൽസോ ഒരു എന്താ പറയുക ഹോർമോൺസോ ഒന്നും ഉപയോഗിക്കാതെ നമ്മളുടെ കായ്ക്കൊല എങ്ങനെ നല്ല തുടം വെപ്പിച്ചെടുക്കാം, അതിന് അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൂടി കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം മെത്തേഡ് ഇതാണ്. നമ്മളുടെ വീട്ടിൽ എല്ലാ ദിവസവും കാട്ടിക്കളയണ കഞ്ഞളൂല്ലേ, കഞ്ഞള്ളം നല്ല മണമുണ്ട് കേട്ടോ. അതായത് കഞ്ഞള്ളം പുളിപ്പിക്കുക. ഇതിപ്പോൾ കുറേ 2-3 ദിവസമായി, 3-4 ദിവസം മുമ്പത്തേണ് ഇതിപ്പോൾ കഞ്ഞള്ളം പുളിപ്പിക്കാൻ വെച്ചിട്ടുള്ള ഈച്ചയും പ്രാണി ഇതൊക്കെ അതിനകത്ത് ചാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചാടിയെന്ന് കരുതിയൊന്നും കുഴപ്പമില്ല. മറ്റേ കരട് ഇതിൻ്റെ അകത്തേക്ക് പോകേണ്ടിരുന്നത്, അത് ഈ കുറ്റി വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്യലാണ് പണി. അപ്പോൾ അതിന് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോൾ 1 ലിറ്ററിൻ്റെ കപ്പാണ്. ഈ കപ്പിൽ 1 ലിറ്റർ, അതായത് 1 കപ്പ് വെള്ളത്തിന് അതിൻ്റെ 10 ഇരട്ടി വെള്ളം ഒഴിക്കണം. അതാണ് നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത്. കഞ്ഞെള്ളം നേരിട്ട് അടിക്കാനോ ചെറുതായ കുറച്ച് വെള്ളം ചേർത്ത് അടിക്കാനോ പാടില്ല. കാരണം അതുമ്പോൾ പാണ്ട് വീണ് അല്ലെങ്കിൽ എന്നിട്ട് പറയണ ഈ പൊറ്റം പൊളിഞ്ഞ് നിൽക്കണവരെ, ഈ പാട പൊളിഞ്ഞ് നിൽക്കണവരെ ഇങ്ങനെ പൊളിഞ്ഞ് നിൽക്കും. അതില്ലാണ്ടിരിക്കണമെങ്കിൽ തീരെ ലയിപ്പിച്ച് അടിക്കണം. പിന്നെ അതുമാത്രമല്ല, ഇത് പുളിപ്പിച്ച് അടിക്കുമ്പോൾ ഭയങ്കര എനർജി ആയിരിക്കും കൊലയ്ക്ക്. അത് നമ്മൾ ഈ കാണിച്ചു തരുമ്പോൾ എല്ലാവരും പുച്ഛിക്കും, ചിലപ്പോൾ കളിയാക്കും, അങ്ങനെ ഇതൊക്കെ ഉണ്ടാവും. ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറ്റില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ചീത്ത പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല എങ്കിൽ നിങ്ങൾ ഇത് പറഞ്ഞോ. അപ്പം ഞാൻ ചെയ്യുന്നത് ഒരു കപ്പ് നിറച്ചെടുക്കും. നമുക്ക് ഒരു ദിവസത്തെ കഞ്ഞെള്ളം ചിലപ്പോൾ 2 കുറ്റിക്കൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ കുറ്റിയിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളത്തിൽ അങ്ങോട്ട് മിക്സ് ചെയ്യും. സിമ്പിൾ പരിപാടിയാണ്. ആകെ ചോറുമ്പറ്റുണ്ടാവും, പ്രാണികളുണ്ടാവും, അങ്ങനെ പല സാധനങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ അരിച്ച് ഒഴിക്കണം. ആ ഒരു ചടങ്ങേ നമുക്കുള്ളൂ. നമ്മൾ വേറെ ഹോർമോൺസോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. വീണ്ടും വീണ്ടും പറയുന്നത്, ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്, നമുക്കറിയാത്. മറ്റേ ചെറിയ പൊടിപ്പിള്ളേരല്ല, അടുത്ത ജനറേഷനല്ല ഈ പഴം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ആവശ്യമില്ലാത്ത അസുഖങ്ങൾ എന്തിനാ വരുത്തി വയ്ക്കണേ. അപ്പോൾ അത് നമ്മൾ കൃഷി ചെയ്യുന്നവരാണ് അത് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ ചെയ്യേണ്ടത്, ഞാൻ ചെറിയ കുറ്റീനെ എടുത്തേക്കണേ, വലിയ കുറ്റിയല്ല. അത് മുകളിലോട്ട് കൂടുതൽ സ്പ്രേ ചെയ്യാനാണ്, മുകളിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ. ആകെ ഉള്ളത് ഈ സാധനം ഒന്ന് അരിച്ചൊഴിക്കണേ. ഞാൻ തുണി വെച്ച് അരിച്ചൊഴിക്കണേ. അരിപ്പ ഇതിന് ഈ ചെറിയ കുറ്റിക്ക് ഇല്ല. അപ്പോൾ നമ്മളുടെ കുറ്റി അങ്ങനെ റെഡിയാക്കി. നമ്മളിത് അടിച്ചു കൊടുക്കുമ്പേ മറ്റുള്ള മരുന്നുകൾ ചെയ്യുന്ന പോലെ തന്നെ സ്പ്രേ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കുളിപ്പിച്ചടിക്കണം. ഇതിന് വേറെ കാശൊന്നും കൊടുക്കണമല്ലോ കഞ്ഞളത്തിന്. അപ്പം നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ കുളിപ്പിച്ച് അടിച്ചു കൊടുക്കുക. നമ്മൾ അതേ അടിക്കുമ്പോൾ കണ്ട ഇത് അങ്ങോട്ട് കുളിപ്പിക്കുക കൊലേനെ. മോളീന്ന് തുടങ്ങി നല്ല രീതിയിൽ കുളിപ്പിച്ച് അടിക്കുക. കണ്ട വെള്ളം അത് മക്കൊണ്ട് ഒഴിക്കണം. വേണ്ട ഇതുപോലെ നല്ല രീതിയിൽ അടിച്ച് കുളിപ്പിച്ചടിക്കുക. അത് ഒരു കണ്ട അതൊക്കെ നമ്മളെ ഇത് അടിക്കുമ്പോൾ കണ്ട നല്ലോണം കുളിപ്പിച്ചടിക്കണം. പിന്നെ ഒരു പ്രാവശ്യം അടിച്ചാൽ പോരാ, ഒരു കരിക്കായ ആവുമ്പോൾ തുടങ്ങി ഒരു 2-3 പ്രാവശ്യം ഇത് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പുറം ഇപ്പുറം നിന്ന് മാറി അടിച്ചു കൊടുക്കുക. എല്ലാ ഹോർമോണിനേക്കാളൊക്കെ ബെറ്റർ സാധനം ഉണ്ടാ. നിങ്ങളിത് ചെയ്ത് നോക്ക്. റിസൾട്ട് ഉണ്ടെങ്കിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾ പറഞ്ഞ
നിങ്ങൾ പറ എങ്ങനെയായിരിക്കും, എന്താണ് സംഭവം, എങ്ങനെയുണ്ട് എന്ന്. എന്തായാലും ഞാൻ ഉറപ്പ് പറയാണ്, നിങ്ങൾക്ക് ഇത് ഒരു നഷ്ടം വരില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇരട്ടി തൂക്കം കിട്ടും. ഞാൻ കൂടുതലായിട്ട് ഈ മേട്ടുപ്പാളയം വാഴയിൽ ചെയ്യുന്നത് പെട്ടെന്ന് പിണ്ടി വേനൽക്കൊക്കെ ആകുമ്പോൾ പിണ്ടി ഒടിഞ്ഞ് വീഴും. ഈ വേനൽ ചൂട് കൂടുമ്പോൾ പിണ്ടി ഒടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉള്ള നേരത്ത് നമുക്കത് മൂത്ത് കിട്ടണം. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പിണ്ടിയൊക്കെ ചുക്കിച്ച് കൊടുക്കും. അങ്ങനെ ഇല്ലാണ്ടിരിക്കാനുള്ള നേരത്തെ സംഭവം മൂത്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് 8ൻ്റെ പണിയായിരിക്കും, അത് കുഞ്ചു കുത്തിപ്പോവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എല്ലാ തവണയും ചെയ്യുന്ന പരിപാടിയാണ് കഞ്ഞളം ലയിപ്പിച്ചിട്ട് വെള്ളത്തിൽ നല്ല രീതിയിൽ ലയിപ്പിച്ചിട്ട് ഇങ്ങനെ എല്ലാ വാഴയ്ക്കും അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയം നോക്കി പോയി ഇത് കൊണ്ടുപോയി ഇത് അടിക്കും. ഒരു കുറ്റി ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കുറ്റിയാണെങ്കിൽ നമുക്കൊരു 10 വാഴയ്ക്കൊക്കെ കിട്ടുള്ളൂ. 10-12 വാഴയ്ക്കേ നമുക്ക് ഒരു കുറ്റിയും കൊണ്ട് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മതി, അത്രയും അടിച്ചാൽ മതി. നമുക്ക് ഇത് വലിയ കാശ് ചിലവൊന്നുമില്ലല്ലോ, മരുന്നടിക്കുന്ന പോലെ ഒന്നും കാശ് ചിലവില്ല, അതുപോലെ ആർക്കും ദോഷവും വരണില്ല. അപ്പോൾ ശരി, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.